ഇവിടെ വന്നതിലും കണ്ടതിലും സന്തോഷമുണ്ട്. പരിപാടികളൊക്കെ നല്ല ബമ്പം പരിപാടിയായിരുന്നു. വളരെ നല്ല നിലയിൽ സംഘടിപ്പിച്ച നഗരസഭയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ടാണ്. അപ്പം പാടാനുള്ളൊരു വേദി ഒരുക്കി കിട്ടുക, അതും ഭയങ്കര സന്തോഷമാണ്. 10ഓളം വളണ്ടിയർമാരെ ഉണ്ടാക്കി അവരിലൂടെ ഈ പരിചരണം കുറച്ചുകൂടി വിപുലമാക്കാനാണ് നഗരസഭ ഈ പാലിയേറ്റീവ് ദിനത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്, തീരുമാനമെടുക്കാൻ വേണ്ടി പോകുന്നത്. നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭയിലാണ്. ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭ പാലിയേറ്റീവ് കെയറിന്റെ കുടുംബ സംഗമത്തിനാണ്. അനേകായിരം രോഗികൾക്ക് ആശ്രയമായ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം ഹോമിക്കപ്പെടേണ്ടവർക്ക് സന്തോഷത്തിന്റെ നല്ല നിമിഷങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു സുവർണാവസരമാണ് പെരിന്തൽമണ്ണ നഗരസഭ പാലിയേറ്റീവ് കുടുംബ സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നഗരസഭയാണ് പെരിന്തൽമണ്ണ നഗരസഭ. നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകളാൽ വീടിനകങ്ങളിൽ കഴിയേണ്ടി വരുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും അവരുടെ മാനസിക ഉല്ലാസത്തിനും വേണ്ടിയാണ് ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിലെ പാലിയേറ്റീവ് രോഗികളുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ പി ഷാജി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. വളരെയധികം പ്രാധാന്യത്തോടെയാണ് പെരിന്തൽമണ്ണ നഗരസഭ പാലിയേറ്റീവ് രംഗത്തെ കാണുന്നതെന്നും എല്ലാവർക്കും പരസ്പരം ഒത്തുചേരാനുള്ള ഒരു വേദിയാണ് ഈ കുടുംബസംഗമമെന്നും രോഗികളുടെ മാനസിക ഉല്ലാസത്തിനായാണ് ഇത്തരത്തിൽ കുടുംബസംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ നഗരസഭയിലെ ക്ഷേമ പ്രവർത്തനങ്ങളും ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ ആ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും അതിൻ്റെ ചെയർമാൻമാരും ആ കമ്മിറ്റി അംഗങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരും ഏറെ താല്പര്യത്തോടുകൂടി കാണാനാണ്. ക്ഷേമത്തിനും ആരോഗ്യത്തിനും വരുന്ന രണ്ടും കൂടി സംയോജിച്ചു വരുന്ന കുറേ പരിപാടികൾ, അതിലൊന്നാണ് നമ്മുടെ പാലിയേറ്റീവ് രംഗം എന്നത്. നൂറുകണക്കിന് രോഗികളാണ് നഗരസഭാ പരിസരത്ത് സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിയത്. രോഗികൾക്കായി നിരവധി കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. പാലിയേറ്റീവ് രോഗികൾക്കായി പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്ന നഗരസഭ രോഗികൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന പദ്ധതിയോടെയാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിനവും ആചരിക്കുന്നത്. ഇനി മുതൽ നഗരസഭയിലെ ഓരോ വാർഡുകളിലും മാസത്തിൽ നിരവധി തവണ ഹോം കെയർ സേവനങ്ങൾ ആവശ്യമുള്ള രോഗികൾക്കായി 10ഓളം ആളുകൾക്ക് പ്രത്യേക പരിശീലനം നൽകി രോഗികളുടെ ഹോം കെയർ സേവനങ്ങൾ ഉറപ്പുവരുത്തും. നമ്മളോടൊപ്പം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ചേരുകയാണ്. എല്ലാ വർഷവും വളരെ വ്യത്യസ്തമായ പരിപാടികളോടുകൂടി തന്നെയാണല്ലോ നമ്മുടെ പാലിയേറ്റീവ് കെയർ കുടുംബ സംഗമം ആഘോഷിക്കുന്നത്. ഈ വർഷം എന്തെല്ലാം വ്യത്യസ്തകളാണുള്ളത്, അതോടൊപ്പം തന്നെ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ഇവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് ഇനിയുള്ള കാലത്ത്? നമ്മുടെ നഗരസഭയിൽ പാലിയേറ്റീവ് ഡേ ഒരു കുടുംബ സംഘമായിട്ടാണ് സംഘടിപ്പിക്കാറുള്ളത്. കോവിഡിന് സമയത്തൊഴികെ എല്ലാ സമയത്തും വളരെ വിപുലമായ പരിപാടികളോടുകൂടിയാണ്. ഈ ആളുകൾ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ഹോം കെയറിനെ വെയിറ്റ് ചെയ്യേണ്ട സ്ഥിതി വരുന്നു. അപ്പോൾ അതാത് വാർഡുകളിൽ ഒരു 10ഓളം വരുന്ന ആളുകളെ നമ്മൾ ഈ രംഗത്ത് പ്രത്യേക പരിശീലനം നൽകി ഈ ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാനും ഹോം കെയറിനെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരാതിരിക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കണം. അപ്പോൾ ഓരോ വാർഡുകളിലും പരിശീലനം ലഭിച്ചിട്ടുള്ള 10ഓളം വളണ്ടിയർമാരെ ഉണ്ടാക്കി അവരിലൂടെ ഈ പരിചരണം കുറച്ചുകൂടി വിപുലമാക്കാനാണ് നഗരസഭ ഈ പാലിയേറ്റീവ് ദിനത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്, തീരുമാനമെടുക്കാൻ വേണ്ടി പോകുന്നത്. കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനായതിന്റെ സന്തോഷം ഓരോ രോഗികളും പങ്കുവച്ചു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ രോഗികളും എല്ലാ സങ്കടങ്ങളും മറന്നുകൊണ്ട് ഓരോ നിമിഷവും ഓരോ മിനിറ്റുകളും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രോഗ്രാമൊക്കെ? അടിപൊളിയായിരുന്നു. ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. പരിപാടിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വന്ന് ഒരുപാട് സന്തോഷമാണ് മനസ്സിന് തരുന്നത്. എല്ലാവരെയും ഒന്നിച്ച് കാണാനും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ടാണ്. അപ്പം പാടാനുള്ളൊരു വേദി ഒരുക്കി കിട്ടുക, അതും ഭയങ്കര സന്തോഷമാണ്. ഞാൻ രോഗിയാണ്, എൻ്റെ മോന് രോഗിയാണ്. ഞങ്ങൾക്ക് ആസ്പത്രിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. എൻ്റെ മോന് സുഖമില്ല, ഇവര് സിസ്റ്റർമാർ വീട്ടിൽ വരാറുണ്ട്, നല്ല സഹകരണമുണ്ട്. ഇവിടെ വന്നതിലും കണ്ടതിലും സന്തോഷമുണ്ട്. പരിപാടികളൊക്കെ നല്ല ബമ്പം പരിപാടിയായിരുന്നു. പാലിയേറ്റീവ് രോഗികളുടെ സംഗമം വളരെ നല്ല നിലയിൽ സംഘടിപ്പിച്ച നഗരസഭയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. വളരെ സന്തോഷം. ഇവിടെ വന്നത് എല്ലാവർക്കും സന്തോഷമാണ്. ഇതിൽ കൂടണവും ആടണവും എല്ലാതും സന്തോഷമുള്ളൂ. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരെയും രോഗികളെയും കൃത്യമായി ചേർത്ത് നിർത്തുന്നതിൽ നഗരസഭ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് സാന്ത്വനം കോർഡിനേറ്റർ സലിം കിഴിശ്ശേരി പറഞ്ഞു. പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തകരെയും
അതേപോലെ അതിന് പ്രവർത്തിക്കുന്ന ആൾക്കാരും അതിൻ്റെ ആവശ്യകതയുള്ള ആൾക്കാരെയും നമ്മളെ തോളോടൊപ്പം ചേർത്ത് നിർത്തണം എന്നുള്ള ആ സന്ദേശം കൃത്യമായിട്ട് നഗരസഭ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുണ്ടുമൽ ഹനീഫ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ്, അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ, മൻസൂർ നെച്ചിയിൽ, ഉണ്ണികൃഷ്ണൻ, സാന്ത്വനം കോർഡിനേറ്റർ സലിം കിഴിശ്ശേരി, മറ്റ് കൗൺസിലർമാർ, ആശാവർക്കർമാർ, ട്രോമ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ കുടുംബസംഗമത്തിന് നേതൃത്വം നൽകി. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.